കൂട്ടുകാരും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിൽ കാണിക്കാനാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് പച്ചക്കറി നടണം. കുറേ പലതരം പച്ചക്കറി നടാനുണ്ട്. ഇന്ന് ഞാൻ കുറച്ചേ നടുന്നുള്ളൂ. അത് നിങ്ങളെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കുകയാണ്. ഞാൻ എൻ്റെ പോട്ടി മിക്സും ഏതിലാണ് നടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഞാൻ തയ്യാക്കി വെച്ചിട്ടുണ്ട്. ആ തൈ കൊണ്ട് ഇറക്കി വെക്കുന്ന പണിയേ ഉള്ളൂ. എന്നാ പിന്നെ അപ്പം ഞാൻ ഏതിലാണ് നടുന്നതെന്ന് ഇപ്പം നിങ്ങൾ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവൂലേ. ഇതാ ഇങ്ങനെയുള്ള ഡിറ്റർജൻറ്റ് കന്നാസില്ലേ, എല്ലാവരുടെ വീട്ടിലും കുറേ ഉണ്ടാവും. ഈ കന്നാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള പോലെയല്ല, ഭയങ്കര ഉറപ്പുമാണ്. ധാരാളം പോട്ടി മിക്സ് കൊള്ളുകയും ചെയ്യും. ഇതിപ്പോൾ നമ്മൾ മൂലയിലിട്ട് അല്ലെങ്കിൽ നമ്മൾ തോട്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി നശിച്ചു പോകുക എന്നല്ലാണ്ട് ഇതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിനുകൊണ്ടുള്ളൊരു ഉപകാരമുണ്ട്. മറ്റേ ഭൂമിയാണെങ്കിൽ നശിച്ചു പോയില്ല. അങ്ങനെയുള്ള ഞങ്ങളെ കാണിച്ചു തരിക കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ധാരാളം പൊട്ടി മിക്സ് ഇതിൽ കൊള്ളും, നല്ല ഉറപ്പുമാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ അടപ്പ് അങ്ങോട്ട് ഊരുക, അടപ്പ് വേണ്ട. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗമല്ലേ കൂടുതൽ സമയം കളയണ്ട വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന ബാക്കിയുള്ള നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല സമയം എടുക്കും. എന്നപ്പോൾ ചൂടാക്കിയാൽ മതി. ഒന്ന് കട്ട് ചെയ്തില്ലേ, ഇനി രണ്ടാമത്തെ. ഓരോ കന്നാസിന് ഓരോ ശക്തിയാട്ടോ. ഇതിന് അത്ര ഉറപ്പില്ല തോന്നുന്നു കേട്ടോ. പക്ഷേ ഇത് മുറിക്കുമ്പോൾ കുറച്ച് പണിയുണ്ട്. എന്താ ഇത് രണ്ടും ഇങ്ങോട്ട് മാറ്റിയെടുത്ത് ഇത് നമുക്ക് പിന്നെ മാസത്തിൽ ഹരിതകർമ്മ വരുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്ക് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ 2 കന്നാസ് നമ്മുടെ റെഡിയാക്കി കഴിഞ്ഞു. ഇതുണ്ടല്ലോ ഇതേപോലെ വലിപ്പമുള്ളതായിരുന്നു. ഇതിൻ്റെ ഈ അടിഭാഗം ഞാൻ എടുത്ത് വേറൊരു ആവശ്യത്തിന് എടുത്ത് ബാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൽ എനിക്ക് എന്തെങ്കിലും നടാന്നുള്ളത്. ഇപ്പം ഇങ്ങനെയുള്ള കന്നാസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. ഇപ്പം ആരും അങ്ങനെ ബാർ സോപ്പൊന്നും വാങ്ങുന്നില്ല. എല്ലാവരുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീനാണ്. ഇങ്ങനെയുള്ള അങ്ങനെയുള്ള കന്നാസ് ഉണ്ടാവും. ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോട് ഒരു ഉപയോഗവും ഇല്ല. പിന്നെ മനോഹരമായ പൂച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് പിന്നെ അങ്ങനെ മനോഹരമൊന്നും വേണ്ട, പച്ചക്കറി ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ അങ്ങനത്തെ ഇതൊന്നും വേണ്ട. ഈ പരസ്യമൊക്കെ അങ്ങ് ഒഴിവാക്കാം. ഇതിന് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് ഏറ്റവും നമ്മൾ ഇതുകൊണ്ടാണ് നമ്മൾ നടുന്നതെങ്കിൽ നമുക്ക് പോട്ടിന് പൈസ കൊടുക്കണ്ട. പിന്നെ നമുക്ക് വെർട്ടിക്കലായിട്ട് നടാം. അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട് കേട്ടോ. ഞാനിതുകൊണ്ട് ഉണ്ടാക്കിയതൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അതും ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ, അടിപൊളി. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഞാൻ നടാൻ പോവാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അടിയിലെ അടപ്പങ്ങ് ഊരിയാൽ മതി. പിന്നെ ഹോൾസ് ഇടേണ്ട ആവശ്യമല്ല. പിന്നെ ആ ഹോൾസിലൂടെ ഇത് കുറച്ച് വലിയ ഹോൾസാണ്, ചെറിയൊന്നുമല്ല. അപ്പം നമ്മൾ ഇടുന്ന പോട്ടി മിക്സ് അപ്പടം ഒലിച്ചു പോകും. അപ്പം അതിന് കാര്യമായിട്ടുള്ള തടസ്സം വെക്കണം കേട്ടോ. ഞാൻ ബെഡ് പൊളിച്ചത് ചകിരി ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പറയുന്നതിന് കാരണം എന്താ അറിയാം, കുറേ പുതുതായിട്ട് കാണുന്നവർക്ക് പിന്നെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം എല്ലാവരും ആവശ്യം കഴിഞ്ഞാൽ ബെഡ് കത്തിക്കല. അപ്പോൾ ഇത് കത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള കൃഷിക്ക് ഉപയോഗിക്കാൻ നല്ല സൗകര്യമാണ്. എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതിന് പീസ് ഇങ്ങനെ എടുക്കല. ഞാൻ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിടട്ടെ. എന്നിട്ടാണ് നമുക്ക് ചപ്പൊക്കെ ഇടാൻ നല്ലത്. എന്നോട് ചോദിച്ചിരുന്നു ഇന്നലത്തെ മനിയാത്തയുടെ വീഡിയോയിൽ ഞാൻ പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്നത് കണ്ടിട്ട് ചോദിച്ചു, ഗ്ലൗസ് ഇടുന്നില്ലേ? നിങ്ങളെ ഗ്ലൗസ് ഇടുന്നത് കണ്ടിട്ടാണ് ഞാൻ ഗ്ലൗസ് വാങ്ങിയെന്നൊക്കെ. ഗ്ലൗസ് നിർബന്ധം എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. എനിക്ക് പച്ച കൈ കൊണ്ട് പണിയെടുക്കുന്നതാത്ത എല്ലാം നോക്കിയിട്ടാട്ടോ. ഞാൻ കരിയില വാരുമ്പം ഗ്ലൗസ് നിർബന്ധം. കാരണം കരിയിലേൻ്റെ അതേ കളറുള്ള പാമ്പുണ്ട്. ഇനി അടുത്തത് ഞാൻ പോട്ടി മിക്സ് ഏതെന്നറിയോ? ശീമക്കൊന്ന ഞാൻ കുറേ ഇങ്ങോട്ട് വാരി കൊണ്ടുവന്നതാണ്. ശീമക്കൊന്നൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല. ഇത് ചാണകത്തിന് പകരം, ചാണകത്തിനേക്കാളും നല്ല പോട്ടി മിക്സ് അല്ല, നല്ല വൈറ്റമിനും പോഷകങ്ങളുള്ളത് അത് ചെടികൾക്ക്.
പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കീടനാശിനിയാണ്. അങ്ങനെ ഒന്നും നമ്മളെ നടുന്ന ചെടീൻ്റെ വേര് ചീഞ്ഞു പോകില്ല. പിന്നെ അതുമാത്രമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിടുന്നത് കൊണ്ട് നമ്മളെ മണ്ണില്ലേ പാറ പോലെ ഉറക്കൂല. പാറ പോലെ ഉറച്ചില്ലെങ്കിൽ ചെടികളുടെ വേരുകളില്ലേ, വേരാണല്ലോ പിന്നെ ജലവും ലവണങ്ങളൊക്കെ വലിച്ചിട്ട് ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം അവർക്ക് ഈസിയാണ് ഓടി നടക്കുക സോഫ്റ്റ് മണ്ണിലൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറേ കുത്തി നിറച്ച് കരിയിലിട്ടുണ്ടാക്കിയ ചെടി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ആ ചാക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ കാണാം, അതിൽ ഒന്നും കരിയില കാണുകയില്ല, ഒക്കെ കറുത്ത മണ്ണായിട്ടുണ്ടാവും. അപ്പോൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് മണ്ണിടുന്നത് കൊണ്ട് മണ്ണിന് അങ്ങനത്തെ ഒരു മാജിക്ക് ഉണ്ട്, പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കാനാവും. പിന്നെ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട്, നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പം നല്ലത് പെട്ടെന്ന് കമ്പോസ്റ്റാക്കി മാറ്റും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിടുന്നത് കൊണ്ട്. എൻ്റെ അടുത്ത് ഒന്നും ഇപ്പം കരിയില മഴ പെയ്തിട്ട് തോട്ടത്ത് പോകാൻ കഴിയുന്നില്ല. കുറേ ഞാൻ ചാക്കിലാക്കി വെച്ചിരുന്നു, അതെല്ലാം തീർന്ന്. കരിയില കമ്പോസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പോട്ടി മിക്സ് കണ്ടല്ലോ, കുറേ പിന്നെ മണ്ണിട്ട് പിന്നെ ചീമക്കൊന്നിട്ട് വീണ്ടും മണ്ണിട്ട് അങ്ങനെ ചെയ്താലുള്ള ഗുണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇടും, അതിൻ്റെ കുറച്ചും കൂടെ മണ്ണിട്ടാട്ടെ. മണ്ണ് ശരിക്കും എൻ്റേത് പോട്ടി മിക്സൊക്കെ ആയ മണ്ണ് തന്നെയാണ്. ഇതാ ഇതിൽ പിന്നെ മണ്ണിര ഓടി നടക്കുന്നുണ്ട്. മണ്ണിര എന്ന് പറഞ്ഞാൽ കർഷക ബന്ധുവാണ്. മണ്ണിര പുറപ്പെടുവിക്കുന്ന അവരെ ആ കുക്കിരി കട്ട അവരെ വയറ്റിൽ നിന്ന് പോണ അത് നല്ലൊരു വള. അപ്പോൾ മണ്ണിര കണ്ടാൽ പേടിക്കൊന്നും വേണ്ട, പാമ്പാന്ന് വിചാരിക്കേണ്ട, എടുത്ത് കളയൊന്നും വേണ്ട. മണ്ണിര കമ്പോസ്റ്റ് വരെ ഉണ്ടാക്കുന്നുണ്ട്, അത് നല്ലതാണ്. അപ്പോൾ മണ്ണിര അതിലുണ്ട്. ഇനി ഞാൻ നടാൻ പോവുക കേട്ടോ. ഇതാ പോട്ടി മിക്സ് നിറച്ച് കുത്തനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഇത് ഞാൻ തൂക്കിയിടുക ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവിടെ നിർത്തിയതാ. ഇനി ഞാൻ തൈ എടുക്കട്ടെ. ഇതാ എൻ്റെ തൈ കണ്ടില്ലേ, ഞാൻ ഈ തൈ നേരത്തെ മുളപ്പിച്ച് വെച്ചതാണ്. പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തി മണ്ണ് നിറച്ച് ഞാൻ എൻ്റെ നിത്യവഴുതന തൈ വിത്ത് വെച്ചതാണ്. നിത്യവഴുതനൊക്കെ പെട്ടെന്ന് മുളക്കും. നോക്കി വേര് പുറത്തേക്ക് ചാടിയത്. അതുകൊണ്ട് പരിസ്ഥിതിയെ രക്ഷിക്കണം. കാരണം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വേണ്ട വിത്ത് മുളപ്പിക്കാനും. ഈ പ്ലാസ്റ്റിക് ആണെങ്കിൽ വീണ്ടും 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 ഉപയോഗിക്കുകയും ചെയ്യാണ്. രണ്ടും നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ നടാൻ പോകുക കേട്ടോ. അതിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി, ഒന്നും ആവൂര ഇങ്ങനെ വലിച്ചൂരി എടുക്കേണ്ട, വേര് പൊട്ടിപ്പോവൂര. ഇതേപോലെ അങ്ങ് ഇറക്കി വെക്കുക, ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. ഇത് പ്ലാവിൻ്റെ ഇലയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, ഇവിടെ നിന്നോളൂ. ഇനി ഞാൻ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഇടുന്നുണ്ട്. നമുക്ക് നനക്കുന്നതെല്ലാം ഇതിലേക്ക് തന്നെ കിട്ടിക്കോളും, വളം വർക്ക് കിട്ടിക്കോളും. കാരണം നമ്മൾ പോട്ടിലാണ് നടുന്നത്. ഇതാ അത്ര മതി. എൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇടട്ടെ കേട്ടോ. ഇങ്ങനെ നട്ടിട്ട് നമ്മളങ്ങ് തൂക്കിയാലുണ്ടല്ലോ എന്ത് ഉഷാറുണ്ടാവുമെന്നറിയോ. നമ്മളൊന്നും തിരിഞ്ഞു വെക്കണം. ഞാൻ ഇനി ഇതിലൊന്നും ഇടൂല കേട്ടോ. ഇതിൽ ഞാൻ ഒന്നും ഇടൂല, ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നനയ്ക്കുക മാത്രം. ഇനി കുറച്ച് ദിവസം നനയ്ക്കും വേണ്ട, കാരണം എന്താ പറയുക, മഴയാ. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ? എന്താ കല്ല് പെറുക്കി മാറ്റണം, കല്ലും പ്ലാസ്റ്റിക്കും. ഇതെങ്ങനെയായി കല്ല് കുടുങ്ങുന്നത് അവരുടെ അറിവില്ലാത്ത. ഇതാ ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ ഇതാ സൂപ്പറായി. കണ്ടോ, ഇതിപ്പോൾ വളർന്ന് വന്നിട്ട് ഇതിനിപ്പോൾ ഒരു 2 ആഴ്ചത്തെ സമയം കഴിഞ്ഞല്ലോ. ഇനി ഇത് വള്ളിയായിട്ട് പൂവായി കായായിട്ട് ഇങ്ങ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കാണിക്കൂട്ടോ. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള കന്നാസിനി കളയണ്ട. അതുപോലെ വിത്ത് മുളപ്പിക്കാൻ പ്ലാവിൻ്റെ ഇല കാണിച്ചതൊക്കെ ലൈവായിട്ടാണ് കാണിച്ചിരുന്നത്. എൻ്റെ വീഡിയോ അല്ലേ വലിയ ആൾക്കാർ മാത്രമൊന്നും അല്ല കേട്ടോ, കുട്ടികൾക്കും എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. ഇന്ന് ഒരാൾ വിളിച്ചിരുന്നു എന്നെ, അതിൻ്റെ പേരക്കുട്ടി എൻ്റെ വീഡിയോ തന്നെ കാണണമെന്ന്, എന്നെ നേരിൽ കാണണമെന്നു, എൻ്റെ വീഡിയോ കാണണം. ആ കുട്ടിക്ക് ആ മോക്ക് അതേ ഇഷ്ടമുള്ളൂ എന്ന്. 5 വയസ്സായിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഫാൻസ് കുട്ടികളുണ്ട് കേട്ടോ. താങ്ക് യു. കുറേ പേര് എനിക്ക് അങ്ങനെ ഫോൺ ചെയ്ത് പറയാറുണ്ട്.
എൻ്റേത് കൃഷിയാണെങ്കിലും കൂടി കുട്ടികളെ താല്പര്യപ്പെട്ടല്ലോ, അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. എൻ്റെ പാട്ടും കളിയും ഒന്നും അല്ല, വെറും കൃഷി മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ലെയറിങ് കാണിച്ചു തന്നില്ലേ, ഇനി ഞാൻ ബെഡിങ് കാണിച്ചു തരും. ഞാൻ ബോഗൺ വില്ലയിൽ അത് ഞാൻ ഒരുങ്ങുന്നുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണിക്കാൻ. ആരെങ്കിലും എൻ്റെ ലെയറിങ് കണ്ടിട്ട് ലെയറിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്തായി എന്നൊക്കെ ഉള്ളത് അറിയാൻ. ഇനി ഞാൻ ഇവിടെ ഒരു കയറും ഇവിടെ ഇങ്ങനെ ഒരു കയറ് കെട്ടിയിട്ട് തൂക്കുന്നത് കാണിച്ചു തരാം. അതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ, 2 എണ്ണം ഒന്നിച്ചാൽ നടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നേരത്തെ ഞാൻ നിത്യവഴുതനല്ലേ നട്ടത്, ഇതിൽ നിത്യവഴുതന അല്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിട്ട് കഴിഞ്ഞു. ഇതെന്നറിയോ, പിന്നെ ചകിരി ഇടുന്ന. അടുത്തത് നീളം പയറാ, 1 മീറ്റർ നീളമുള്ള പയറാ. അതൊക്കെ ഞാൻ വിത്ത് മുളപ്പിച്ച് വെച്ചതാണ്. വിത്ത് തന്നെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ചെയ്യട്ടോ, അത് ചെയ്യാം. ബിസ്മില്ലാ, ഒന്നവിടെ വെച്ചു, വേറൊന്നുകൂടി ഉണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ചീമക്കൊന്ന ഇട്ടിട്ട് ഇതതിൻ്റെ വേരാ. ചീമക്കൊന്ന ചീഞ്ഞ് പോയിട്ടൊന്നുമില്ല. നമുക്കൊന്നും ഇതിൽ മണ്ണൊന്നും വേണ്ട, ഇതിട്ട് കഴിഞ്ഞു. പയറ് 2 പയറും നട്ടു. നല്ല പോലെ ഉണ്ടായിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ പയർ തന്നെ മതി നമുക്ക്. ഇത് തന്നെ ഉണ്ടാവും, നന്നായിട്ടുണ്ടാവും. നീളം പയറാ, ഒക്കെ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതാ. എന്താ അങ്ങനെ ഞാൻ വിജയകരമായിട്ട് നട്ട് കഴിഞ്ഞു. കുറച്ച് കരിയില കമ്പോസ്റ്റ് അങ്ങോട്ടാണ്, നമ്മൾ ഇനിയൊന്നും ചെയ്യൂല. അതിൻ്റെ മേലെ മണ്ണുണ്ട് അല്ലേ. നട്ട് കണ്ടില്ലേ. പിന്നെ എന്നൊരു കാര്യം പറയാനുള്ളത്, ഇത് കരിയില കമ്പോസ്റ്റ് ഇല്ലേ, ഈ കരിയില കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ പച്ചക്കറി എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ടാണ് കമ്പോസ്റ്റ് ആകുന്നത്. അപ്പോൾ ആ പച്ചക്കറിയിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകാമെന്നറിയോ, വെള്ളരി, മത്തന്, കുമ്പളങ്ങ, ചീര, പയറ് ഒക്കെ ഇതിൽ മുളക്കൂ. അത് ചില്ലറ മുളക്കലൊന്നുമല്ല, ശക്തിയിൽ ആരോഗ്യത്തിൽ മുളക്കൂ. നമുക്ക് നഴ്സറിയിൽ പോയിട്ട് വിത്തും വാങ്ങണ്ട, എന്തെല്ലാം ഗുണമുണ്ടെന്നറിയോ. ഇനിയിപ്പോൾ പൈസ കൊടുത്ത് പോട്ട് വാങ്ങണ്ട. പിന്നെ ഇത് ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വിത്തെടുത്ത് മുളപ്പിച്ചുണ്ടാക്കിയതാണ് ഇത്. ഇനി ഞാൻ കയറുകൊണ്ട് കെട്ടട്ടെ കേട്ടോ. ഇവിടെയും ഒരു കെട്ട് കെട്ടട്ടെ. എന്നിട്ട് ഞാൻ തൂക്കിയിടുന്നതും പഴയത് തൂക്കിയിട്ടിട്ട് വളർന്ന് ഉഷാറായതൊക്കെ കാണിച്ചു തരാം. അങ്ങനെ വിജയകരമായിട്ട് നിത്യവഴുതന നട്ടു. പയറിനൊക്കെ സമയം തെറ്റി. നമുക്ക് ഇങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ എന്തൊരു സൗകര്യമാണെന്നറിയോ. ഒട്ടും കളയണ്ട കേട്ടോ, അതൊന്നും വലിച്ചെറിയേ വേണ്ട, ആർക്കും കൊടുക്കുകയും വേണ്ട. നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യമുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങ് തൂക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നട്ടാൽ വേറെയും ഗുണമുണ്ട്. നമ്മൾ കോഴിക്കളൊന്നും തിന്നിയില്ല, ഒന്നും ചെവെന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം നടുന്ന സ്ഥലം. നടാൻ പോകുന്നു കേട്ടോ. ഇവിടെ അങ്ങ് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നനയ്ക്കും വേണ്ട, നനക്കണ്ട, നല്ല സൗകര്യം കേട്ടോ. ഇതിങ്ങോട്ട് കെട്ടിക്കൊടുക്കുക, ഇതിങ്ങനെ അങ്ങോട്ട് പടർത്തുക. ഇത് ആദ്യം നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം ഇവർക്ക് ആദ്യമായിട്ടാണ്. അങ്ങനെ അങ്ങ് നിന്നാൽ ഇതും അങ്ങനെ പൊയ്ക്കോളൂ. ഒന്ന് പോയി കണ്ട അതിൻ്റെ ബാക്കിൽ അനിയനും പൊയ്ക്കോളൂ. അങ്ങനെ ഈ നെറ്റിൽ ഇങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ മീറ്റർ പയർ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. ഇനി പോട്ടി മിക്സ് നമുക്കെല്ലാം ഫുള്ള് നിറച്ച് ഇനി നമ്മളൊന്നും ഇടണ്ട കേട്ടോ. ഇതിൽ നനച്ചാൽ മതി, നനയ്ക്കും വേണ്ട. ഇപ്പോൾ മഴയാ. അടുത്തത് നിത്യവഴുതന ഇവിടെയും തൂക്കി കൊടുത്ത്. നിത്യവഴുതന നല്ല അടിപൊളി. ഇത് ഇവരിങ്ങനെയൊക്കെ പൊയ്ക്കോളൂ, യോജിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കോളൂ. ഇവിടെ നെറ്റ് വാങ്ങി വെച്ചിട്ടേ ഉള്ളൂ, നെറ്റ് ഇവിടെ കെട്ടിയില്ല, അങ്ങോട്ടേ പോവുള്ളൂ. അതിൻ്റെ ഒക്കെ കാരണം എന്താണെന്നറിയോ, മെയിനായിട്ട് ഇങ്ങനെയുള്ളൊരു സൗകര്യം. പിന്നെ ലാഡർ ഇല്ലെങ്കിൽ കഴിഞ്ഞു കേട്ടോ ഒന്നിനും. ലാഡർ നമ്മൾ ലേഡീസിനൊക്കെ കയറ്റാൻ, ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ അറിയാത്തവർക്കൊക്കെ കയറാം. ഈ ലാഡർ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഉപയോഗം ഉണ്ടെന്ന് അറിയാം. ഇതിന് ഒന്നാമത് വീതിയാണ്.
ഈ വീതിയിലുണ്ടല്ലോ നമ്മൾ ചവിട്ടി നിന്ന് നമ്മളങ്ങനെ വെക്കി പോകും, നല്ല ഗ്രിപ്പുണ്ട്. പിന്നെ ഫാന് തുടക്കുക, പാത്രം എടുക്കുക, ഒക്കെ അതിൻ്റെ ഒക്കെ പുറമെ ചെടി ഇങ്ങനെ തൂക്കിയിടുക. എനിക്ക് മെയിനായിട്ട് ചെടിയാട്ടോ, നല്ല സൗകര്യമുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടോ. കാരണം ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ ഗുണസുഖം. അത് എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അധികം പൈസയൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതലുള്ളതുണ്ട്. എനിക്കിത് മതി, ധാരാളം. എത്ര ആയി ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി ഒന്നും കൂടെ ഉണ്ടാവും കൂടെ കൊളുത്ത കണ്ടോ. അങ്ങോട്ടേക്ക് പോകണം, ഒന്നും കൂടി കാണിച്ചു തരാം. എന്നോട് കാണിക്കണം എന്ന് നിങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ട് കാണിച്ചിരുന്ന കേട്ടോ. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് ഈ ഒരൊറ്റ ഒന്ന് വാടിയേ കണ്ടോ. അത് ഞാൻ ഇന്ന് നട്ടതാണ്, ഞാൻ ഇങ്ങനെ പറിച്ചും കൊണ്ടുവന്ന് നട്ടതാണ്. അതുകൊണ്ട് വാടി. എൻ്റെ ഹാങ്ങിങ്ങിൻ്റെ ഒക്കെ നോക്ക്, ഹാങ് ചെയ്താൽ ഒരു കുഴപ്പമില്ല. പൂക്കളൊക്കെ ഉണ്ടാകുന്നത് കണ്ടോ, അടിപൊളി പൂക്കൾ. ഇപ്പം ചെടി ഹാങ് ചെയ്താലും ഉണ്ടാവും. ഇനി മൂന്നാമത്തത് ഇതാ, നിങ്ങളെ കാണിച്ചില്ല. അതും നിത്യവഴുതനയാണ്. നിത്യവഴുതന അധികം ഇത് ആയുസ്സില്ല, ഒക്കെ വേഗം പോവും. ഇപ്പോൾ ഒക്കെ നമ്മൾ മുമ്പിലായാലും മോശമൊന്നും. ഒരു കൊളുത്തുമ്പോൾ തന്നെ 2, 3 ഒക്കെ കൊളുത്ത കേട്ടോ. ആ കൊളുത്തുമ്പോൾ തന്നെ കൊളുത്ത. കണ്ടോ പയറ് പോകുന്നത് കണ്ടോ, സൂപ്പറായിട്ട് പോകണം. ഇനി ഒന്ന് അതിൽ കൂടെ കയറുന്നുണ്ട്, ബോഗൺവില്ല മേലെ മാറ്റണം. ഇതൊക്കെ സൂപ്പറായി പൂവിടുന്നുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു ഞാനിങ്ങനെ വയറ് നട്ടപ്പോൾ വിളവെടുക്കുന്നത് കാണിക്കണേന്നുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചിരിക്കും. പിന്നെ എൻ്റെ പൂവിടാൻ തുടങ്ങി. പിന്നെ അതുപോലെ വേറെ കാണിച്ചു തരാൻ കേട്ടോ. ഇതൊക്കെ കണ്ടോ വള്ളിയായി മേലോട്ട് കയറിയേ. എൻ്റെ മത്തം കണ്ടോ കയറി വരുന്നത്. പീച്ചിങ് അവിടെ പൂവിട്ടിട്ടുണ്ട്. പീച്ചിങ് ഒരു മോഡൽ പീച്ചിങ് നല്ല നീളമുള്ള, അത് പൂവിട്ടിട്ടുണ്ട്. ഇതിങ്ങോട്ട് ഇറങ്ങുക, ഞാൻ പിടിച്ച് മേലോട്ട് ആക്കണം. ഇറങ്ങിപ്പോയി സാരല്ല, മേലോട്ട് കയറ്റി കൊടുത്താൽ മതി. ഇതൊക്കെ കണ്ടോ എല്ലാം വള്ളി വീശുന്നത് കണ്ടോ, വള്ളി വീശി ഇങ്ങോട്ട് വരുന്നത് കണ്ടോ. അതങ്ങനെ കയറി വരും. ഇപ്പോൾ നല്ലൊരു സൗകര്യം നമുക്ക്. ഈ ഡിറ്റർജൻറ്റ് കന്നാസ് കൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കാം. കാരണം വലുപ്പമുണ്ട്, നമുക്ക് പോട്ട് പൈസ കൊടുത്ത് വാങ്ങണ്ട. ഈ സാധനം ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയലല്ലേ, അങ്ങ് തോട്ടത്തിലേക്ക് വലിച്ചെറിയേണ്ട. എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ഉപയോഗിച്ച് തന്നെ കുറേ കൊല്ലങ്ങളോളം ഉപയോഗിക്കാം, നല്ല ഉറപ്പുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.